വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിപിൻ, വിധിന്യായത്തിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പറയൂ. എസ് ജി കെ, ദിലീപിന് വലിയ ആശ്വാസമുണ്ടായിരിക്കുന്നു. ഇതിൽ വെറുതെ വിട്ടിരിക്കുന്നു, ഈ കുറ്റക്കാരനല്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തലുള്ളത്. 1 മുതൽ 6 വരെ, അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ മാത്രം കുറ്റക്കാർ എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് 4 പ്രതികൾ, അതായത് 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 6 പേരൊഴിച്ചുള്ള 4 പേരെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അതിൽ 354 ബി നിലനിൽക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ കോടതി പരിസരത്ത് ദിലീപിന്റെ ആരാധകർ ലഡു വിതരണം ചെയ്യുന്ന കാഴ്ച അതുകൂടിയാണ് ഈ കാണുന്നത്. ദിലീപിനെ വെറുതെ വിട്ടതിൽ ഇതാ ലഡു വിതരണം ചെയ്യുകയാണ് കോടതി പരിസരത്ത്. പ്രോസിക്യൂഷന് ഒരു തിരിച്ചടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ദിലീപ് അനുകൂലികൾ, ദിലീപിന്റെ ആരാധകർ കോടതി പരിസരത്ത് ലഡു വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 8ാം പ്രതിയായിരുന്നു ദിലീപ് ഈ കേസിൽ. പക്ഷേ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല, സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയാണ്. അതേസമയം തന്നെ ഈ കേസിൽ നേരിട്ട് ഇടപെട്ട 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 1ാം പ്രതി പൾസർ സുനി, 2 മാർട്ടിൻ ആന്റണി, 3 മണികണ്ഠൻ ബി, 4 വിജീഷ് വി പി, 5 സലീം എച്ച് എന്ന വടിവാൾ സലീം, 6 പ്രദീപ്. ഈ 6 പേർക്കെതിരെയും കോടതി കുറ്റം ചുമത്തിയിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന, ബലാത്സംഗം തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ 8ാം പ്രതി ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ കോടതി പരിസരത്തും അതോടൊപ്പം തന്നെ ദിലീപിന്റെ ആലുവയിലെ വസതിക്ക് പുറത്തുമൊക്കെ ലഡു വിതരണം നടക്കുന്നുണ്ട്, മധുരം വിതരണം ചെയ്യുന്നുണ്ട് ദിലീപിന്റെ ആരാധകർ. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയനുണ്ട്. വിപിൻ, 8ാം പ്രതി ദിലീപിനെ എന്ത് കാരണം കൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്? വിധിന്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അതിന്റെ വിശദാംശങ്ങളുണ്ടോ? അതോടൊപ്പം തന്നെ മധുരം വിതരണം ചെയ്തുകൊണ്ട് ദിലീപിന്റെ ആരാധകർ, ദിലീപിനെ പിന്തുണച്ചവർ അവിടെ ആഹ്ലാദം പങ്കിടുകയാണല്ലോ. അതെ, ദിലീപിനെ അനുകൂലിച്ചവർ ഇവിടെ കോടതി പരിസരത്ത് ഇപ്പോൾ ലഡു വിതരണം ചെയ്യുകയാണ്. ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ, ഇന്ത്യ തന്നെ ഉറ്റുനോക്കിയ ഈ ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്ന കേസിൽ പ്രമുഖ നടനായിട്ടുള്ള ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു, വിചാരണ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. അവരിൽ ഗൂഢാലോചന, കുറ്റം, ബലാത്സംഗം എന്നിവ നിലനിൽക്കും. എന്നാൽ ദിലീപിനെ കണക്ട് ചെയ്യുന്ന, അതായത് 8ാം പ്രതിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ 1 മുതൽ 6 പ്രതികൾ ഈ കൃത്യം നിർവഹിച്ചത് എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിചാരണ കോടതി ജഡ്ജിയുടെ ഈ വിധി പ്രസ്താവനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 1ാം പ്രതിക്ക് 64 വകുപ്പ് നിലനിൽക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗൂഢാലോചന, ഒപ്പം തന്നെ ഈ 1 മുതൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അവർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ ബി, അതോടൊപ്പം വിജീഷ് വി പി, സലീം എച്ച് എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 8ാം പ്രതി നടൻ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. അതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. 8 വർഷമായി കേരളം കാത്തിരുന്ന ഒരു കേസിലെ വിധിന്യായം വന്നിരിക്കുന്നു. ദിലീപ് എന്ന ജനപ്രിയ താരമായിരുന്ന ദിലീപ് ഈ കേസിലെ 8ാം പ്രതിയാണ്. ഗൂഢാലോചന കേസിൽ ഭാഗമായിരുന്നു. അതിൽ ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപ് നിരപരാധിയാണ്. തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ദിലീപിന്റെ ഇതിലെ പങ്കാളിത്തം എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.